ഇന്നത്തെ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ചാനൽ നമുക്ക് തുടങ്ങിയിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ചാനൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചാലോ. അതായത് ഒരു ചാനലിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താണ്. ആ ചാനൽ ഒരു മാസത്തിൽ തന്നെ 1,00,000 സബ്സ്ക്രൈബറെ ക്രോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളിലും അതായത് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഈ ചാനൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റ് എന്താണ്, അതുപോലെ തന്നെ ആ ചാനൽ ഓരോ വീഡിയോകളിലും ഉപയോഗിച്ചേക്കുന്ന, അതായത് വളരെ കുറച്ച് വീഡിയോകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഒരു മാസത്തിലാണ് ഈ വീഡിയോ മൊത്തം ചെയ്തേക്കുന്നത്. ആ വീഡിയോകളിൽ ഏതൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചതെന്ന്, ആ ടെക്നിക്കിൻ്റെ ഫോർമുലകൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ ആ ചാനലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം, അതിനുശേഷം ആദ്യത്തെ 5 വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തിലുള്ള ഇനീഷ്യലായിട്ടുള്ള അടിപൊളി സബ്സ്ക്രൈബേഴ്സിനെ, അതായത് നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, അതുപോലെ തന്നെ ബൾക്കായിട്ട് നമുക്ക് സബ്സ്ക്രൈബർ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ ഉപയോഗിച്ചേക്കുന്ന സ്ട്രാറ്റജികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഈ ചാനലിനെ നമുക്ക് വിസിറ്റ് ചെയ്യാം. ഈ ചാനൽ നിങ്ങളും പോയി വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്ത് ഓരോ വീഡിയോകളിലും ഉള്ള ആ സ്ട്രാറ്റജി ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് പ്രൂഫായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ചാനലിനെ പോയി നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ വീഡിയോകളിലുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പറയുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോനെ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ഈ ചാനലിനെ നോക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഫയർഫോക്സിനെ ഓപ്പൺ ചെയ്യണം. അതായത് നിങ്ങൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടായാലും അതിൻ്റെ സെർച്ച് ബാറിൽ ആദ്യം തന്നെ നിങ്ങൾ ശുഭ് സ്കെൽട്ടൻ, അതായത് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ശുഭ് സ്കെൽട്ടൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ ചാനലിൻ്റെ ലോഗോയാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഒരു തലയോട്ടിയുടെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ നെയിം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചാനൽ നെയിം തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ശുഭ് സ്കെൽട്ടൻ റോസ്റ്റ്, ശുഭ് സ്കെൽട്ടൻ ഗ്രോത്ത്. അതായത് ഇന്ത്യയിലും മൊത്തം ഈ ഒരു ചാനലിനെ കുറിച്ചുള്ള ചർച്ച ഒരുപാട് വീഡിയോകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ മനസ്സിൽ തോന്നിയത്. അതിനുശേഷം ഈ ചാനലിൽ വന്നേക്കുന്ന വീഡിയോസിൻ്റെ എണ്ണം നോക്ക്. വെറും 39 വീഡിയോ ആണ് ഈ ചാനൽ ഒരു മാസത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരത്തെ നോക്കുമ്പോൾ 1,25,000 30,000 ഒക്കെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഇപ്പോൾ 1,53,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ. ഈ ചാനലിൽ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ഇത് ഒരു മാസത്തിൽ തന്നെ തുടങ്ങിയേക്കുന്ന ചാനലാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി എബൌട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ എബൌട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ, അതായത് ഏപ്രിൽ മാസം 13-ാം തീയതി 2022, അതായത് 2022 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിന് തൊട്ട് ഒരു ദിവസമോ 2 ദിവസമൊക്കെ മാറിയിട്ടുള്ള ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. അതിനുശേഷം ഇതിൻ്റെ വീഡിയോ സെക്ഷനിൽ പോവുക. ഈ വീഡിയോ സെക്ഷനിൽ ഒറ്റവട്ടം ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയുള്ള വീഡിയോസ് ഇയാൾ ചെയ്തിട്ടുള്ളൂ. എല്ലാ വീഡിയോയിലും 1,00,000-ന് മുകളിലുള്ള വ്യൂസ് വന്നിട്ടുണ്ട്. അതായത് 3 വീക്ക് 4 വീക്കിന് മുമ്പുള്ള വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിലുള്ളൂ. എല്ലാ തമ്പനെയിലുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ തമ്പനെയിലുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് ഈ വീഡിയോ ചെയ്തിട്ടുള്ള ഫോർമുല എന്താണ്, സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും ബിഗ് യൂട്യൂബേഴ്സിൻ്റെ റോസ്റ്റിംഗ് വീഡിയോകൾ ഉണ്ടാക്കിയേക്കാണ്. മാത്രമല്ല റോസ്റ്റിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകരുത്. അതായത് ഈ റോസ്റ്റിംഗ് വീഡിയോ ആർക്കും ചെയ്യാൻ പറ്റും. അതായത് ഈ വീഡിയോയുടെയൊക്കെ ലെങ്ത്ത് 2 മിനിറ്റോ അല്ലെങ്കിൽ 2.5 മിനിറ്റോ, മാക്സിമം പോയാൽ 3 മിനിറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും ബിഗ് യൂട്യൂബേഴ്സ്, അതായത് മില്യൺസ് ഓഫ് വ്യൂസ് വരുന്ന, സബ്സ്ക്രൈബർ അല്ല വ്യൂസ് വരുന്ന അടിപൊളി യൂട്യൂബേഴ്സിനെയാണ് ഇവർ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ റോസ്റ്റിംഗ് വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ, അതായത് എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 10 വീഡിയോകളിൽ ബിഗ് യൂട്യൂബേഴ്സിനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വോളിയം ഇത്തിരി കുറയ്ക്കുകയാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വീഡിയോയുടെ ഒരു ക്ലിപ്പാണ് കാണിക്കുന്നത്. ആ ക്ലിപ്പ് കാണിച്ചതിന് ശേഷം അതിനുശേഷം ഒരു മ്യൂസിക് വരുന്നുണ്ട്. അത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ആ മ്യൂസിക്കിനോടൊപ്പം തന്നെ ഇങ്ങനെ സ്കെൽട്ടൻ്റെ, അതായത് തലയോട്ടിയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് ഈ യൂട്യൂബേഴ്സ് പറയുന്ന കാര്യത്തിലൊക്കെ ഓരോ ഫണ്ണി മൂമെൻറ്റ്സ് ഉണ്ടാവും. ആ മൂമെൻറ്റ്സിനെ കുറിച്ച് ഇതിൽ വോയിസ് ഓവർ പോലും ചെയ്തിട്ടില്ല. വെറും ടെക്സ്റ്റ് മാത്രമാണ് എഴുതി കാണിക്കുന്നത്. ഈ ടെക്സ്റ്റ് എഴുതി കാണിച്ചിട്ട് ഇതിൽ ഇത്രയധികം വ്യൂസ് വരുന്നുണ്ട്. അതായത് ഈ സ്കെൽട്ടൻ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാറ്റഗറി യൂട്യൂബിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു കാറ്റഗറിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മുഴുവൻ വ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
പുതിയ യൂട്യൂബേഴ്സിന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാറ്റഗറിയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയിലേക്ക്, അതുപോലെ തന്നെ മറ്റ് ആർക്കെങ്കിലും ഇത്തരം വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.